അങ്ങനെ ഇതാ ഈ വർഷത്തെ മാങ്ങയുടെ സീസൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അധികം സ്ഥലത്തും മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാൻ ഈ വർഷം ആദ്യം ഉണ്ടായ പച്ചമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ആദ്യം തന്നെ പച്ചമാങ്ങ അതാ ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഇതുപോലെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ചിലർ കടുക് ഉലുവയൊക്കെ വറുത്ത് പൊടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്താലും ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ ഒരു അച്ചാറിലുണ്ടാവും. പിന്നെ ലാസ്റ്റ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്താൽ നല്ല അടിപൊളി അച്ചാറായിരിക്കും. അപ്പോൾ ഉലുവയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിതാ ഫ്ലെയിം ഓഫാക്കിയിടുകയാണ്. ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. വെറും കാശ്മീരി മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്താലുള്ള നമുക്ക് അച്ചാറിന് ഒരു നല്ലൊരു കളറും അതുപോലെ ഗ്രേവിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അച്ചാറിന് അത്രത്തോളം ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോയരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ. മാങ്ങ വെന്ത് പോവും. മാങ്ങ വേവാതെയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വിനാഗിരി ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾ കുറേ കാലമൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരിയെ എപ്പോഴും അച്ചാറിലേക്ക് ഉപയോഗിക്കാറുള്ളൂ. കാരണം എന്താ, നല്ല പുളിയുള്ള മാങ്ങയും കൂടിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരിയും പിന്നെ ബാക്കി തിളപ്പിച്ചാറിയ വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് അച്ചാർ, അതുകൊണ്ടാണ് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, പച്ചക്കടുക്. ഈ ഒരു പച്ചക്കടുക് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചാച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കല്ല. ആ ഒരു കടുകിൻ്റെ പരിപ്പൊന്ന് ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചാച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചാച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളയാം. ഇനിയിപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഇതുപോലെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ആ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസായി കിട്ടാൻ ഒരു പഞ്ചസാര, ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഇതുപോലെ വിതറി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുകയാണ് അച്ചാറെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. അല്ലെങ്കിൽ മുകൾ ഭാഗം ഇങ്ങനെ പൂപ്പ് വരും കേട്ടോ. ഇത് വിനാഗിരി കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള അച്ചാറായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. വിനാഗിരി കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നും എടുക്കില്ല. അപ്പോൾ എന്നും ഇതിന്നിങ്ങനെ എടുക്കുന്ന അച്ചാറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൂക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ദിവസം അടച്ചു വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു പൂപ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, വിനാഗിരി കുറവുള്ള അച്ചാറാകുമ്പോൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്